ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള തോട്ടുമുക്കം പുതിയനിടം റോഡിൽ കാൽനടയാത്ര പോലും അസാധ്യമായതോടെ പ്രതിഷേധം ശക്തമാകുന്നു. തോട്ടുമുക്കം മുതൽ പുതിയനിടം വരെയുള്ള 2 കിലോമീറ്റർ ഭാഗത്താണ് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്താത്ത റോഡിലൂടെയുള്ള യാത്ര ഇപ്പോൾ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള തോട്ടുമുക്കം പുതിയനിടം റോഡിലാണ് കാൽനടയാത്ര പോലും അസാധ്യമായത്. കഴിഞ്ഞ 10 വർഷമായി യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്താത്ത റോഡിലൂടെയുള്ള യാത്ര ഇപ്പോൾ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. തോട്ടുമുക്കം മുതൽ പുതിയനിടം വരെയുള്ള 2 കിലോമീറ്റർ ഭാഗമാണ് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. 1 കിലോമീറ്റർ പരിധിയിൽ മാത്രം 100-ലധികം വൻ കുഴികളാണ് രൂപപ്പെട്ടത്. പലതും വലിയ കുളങ്ങൾക്ക് സമാനമാണ്. വാഹനങ്ങൾ പോകുമ്പോൾ അടിഭാഗം തട്ടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവാണെന്ന് യാത്രക്കാരും പറയുന്നു. സ്കൂൾ കുട്ടികൾ, നൂറുകണക്കിന് യാത്രക്കാർ, ബസ്സുകൾ, ടിപ്പർ ലോറികൾ എന്നിവയൊക്കെ കടന്നുപോകുന്ന പ്രധാന പാതയാണിത്. ബൈക്ക് യാത്രക്കാർ മറിഞ്ഞു വീണ് പരിക്കേൽക്കുന്നതും ഇവിടെ നിത്യസംഭവമായി മാറി. മുൻപ് നാട്ടുകാർ പ്രതിഷേധിച്ചപ്പോൾ അധികൃതർ ക്വാറി വേസ്റ്റ് ഇട്ട് കുഴികൾ താൽക്കാലികമായി അടച്ചിരുന്നു. എന്നാൽ മഴ പെയ്യുന്നതോടെ ഈ മണ്ണൊലിച്ചുപോയി റോഡ് വീണ്ടും പഴയപടിയാവും. ഇനി ഇത്തരത്തിൽ കണ്ണിൽ പൊടിയിടാനുള്ള താൽക്കാലിക അറ്റകുറ്റപ്പണികളുമായി വന്നാൽ അധികൃതരെ തടയുമെന്ന ശക്തമായ നിലപാടിലാണ് നാട്ടുകാർ. റോഡിന്റെ കാര്യം പറ്റ മോശം. വണ്ടിക്ക് അടി തട്ടിയിട്ട് ബോഡിയടക്കം തട്ടി പോവുക, ടയർ കാണാനില്ല, കുഴിച്ചാടിയിട്ട് വളരെ മോശം റോഡ്. പലതവണ ജനപ്രതിനിധികൾക്കും ജില്ലാ പഞ്ചായത്തിനും പരാതി നൽകിയിട്ടും നിരവധി സമരങ്ങൾ നടത്തിയിട്ടും ഈ പ്രശ്നത്തിന് ഇതുവരെ ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പുതിയ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയും മെമ്പറും കനിയുമെന്ന വിശ്വാസത്തിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, മുക്കം.